ഹായ്, വെൽക്കം ബാക്ക്. എൻ്റെ അടുക്കളയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കുപ്പിയിൽ അമ്മ തന്ന ഒരു സ്പെഷ്യൽ അരിപ്പൊടി ഇരിപ്പുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന പൊടിയാണ്. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അനിയത്തിയുടെ മക്കൾക്കൊക്കെ കുറുക്കുണ്ടാക്കുമ്പോൾ എൻ്റെ മോള് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാറുണ്ട്. ഇവരിതിങ്ങനെ കഴിക്കുന്നത് കണ്ട് മറ്റൊരു തവണ അമ്മ കുറുക്കിൻ്റെ പൊടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് എനിക്കും കുറച്ച് തന്നതാണേ. അതിൽ നിന്ന് കുറച്ചെടുത്ത് 1-2 തവണ ഞാൻ മക്കൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തപ്പോൾ മോള് പറഞ്ഞത് എന്താണെന്നറിയോ? കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി മാത്രം കുറുക്കുണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരല്പം എടുത്ത് കഴിക്കുമ്പോഴാണ് കുറുക്കിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതെന്നാണ്. വേറെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ആ മാവ് അതേപടി സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാവ് കൊണ്ട് ഇടയ്ക്കൊരു ദിവസം പുട്ടുണ്ടാക്കി കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള മാവിൻ്റെ കാര്യത്തിൽ ഇന്നാണ് ഒരു തീരുമാനം ആയിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ, കുറച്ചധികം തേങ്ങ പൊതിച്ചു വെച്ചപ്പോഴുണ്ടല്ലോ, ഇവിടുത്തെ ചൂട് കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവും നമ്മുടെ പൊട്ടിയ തേങ്ങയും എല്ലാം കൂടിയിട്ട് ഇതാ സിമ്പിളായിട്ടുള്ള ഒരു കൊഴക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ കൊഴക്കട്ട ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് കഴിക്കാറുണ്ട്. ഞാൻ ഈ ഒരു പൊടിയായപ്പോൾ തന്നെ കഴിക്കോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെങ്കിലും അവര് കൊഴക്കട്ട മാത്രം കഴിക്കില്ല, ഇതിൻ്റെ കൂടെ ചട്നിയോ നല്ല കറിയോ വല്ലതൊക്കെ അവർക്ക് വേണം. ഇന്നിതിപ്പോൾ സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. സ്കൂൾ കഴിഞ്ഞ് വന്ന് ഏകദേശം അരമണിക്കൂറൊക്കെ ഫ്രഷ് ആവാനായിട്ട് സമയം കിട്ടാറുള്ളൂ. തീരെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് സൈഡ് ഡിഷാണെന്നും ചോദിക്കാനായിട്ട് നിൽക്കില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മോള് വന്നതും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊഴക്കട്ടയാണോ, ഇന്നലെ അപ്പത്തിനരച്ച ചട്നി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് തന്നാൽ മതി എന്ന്. അങ്ങനെ മോള് കൊഴക്കട്ടയുടെ കൂടെ മുളക് ചട്നിയും കൂട്ടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള ചായയും കൂടെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമെങ്കിലും സാധിക്കാറില്ല. ഞാൻ കൂടുതലായും കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ വൈകുന്നേരങ്ങളിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ 4 മണി പലഹാരം നല്ല സോഫ്റ്റ് കൊഴക്കട്ടയും 1 കപ്പ് ചൂടുള്ള ചായയും ആണേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു 4 മണി വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.